നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊണ്ടോട്ടിയിൽ 20 ലക്ഷം വില മതിക്കുന്ന MDMA പിടികൂടി. മുതുവല്ലൂർ സ്വദേശി പിടിയിൽ. ലഹരി വിൽപ്പന സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിച്ച്. തിരുവനന്തപുരത്ത് മയക്കുമരുന്നുമായി യുവതി പിടിയിൽ. കൊല്ലം കൊട്ടാരക്കര ഇഞ്ചക്കാട് ബാറിൽ സംഘർഷം. 2 പേർക്ക് പരിക്ക്, 3 പേർ പോലീസ് പിടിയിൽ. കൂട്ടത്തല്ലിന് കാരണം മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കം. മലപ്പുറം എടക്കരയിൽ തൊഴിലാളികൾക്ക് തേനീച്ചയുടെ കുത്തേറ്റു. 3 തൊഴിലാളികൾ ആശുപത്രിയിൽ. പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്തിൽ കാട്ടുപന്നി വേട്ടയ്ക്ക് തുടക്കം. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കും. വാർത്തകൾ വിശദമായി. 20 ലക്ഷം വില വരുന്ന MDMAയുമായി കൊണ്ടോട്ടി സ്വദേശി പോലീസ് പിടിയിൽ. മലപ്പുറം കൊണ്ടോട്ടി മുതുവല്ലൂർ നെല്ലിക്കുന്ന് വീട്ടിൽ ആകാശാണ് പിടിയിലായത്. വിവിധ സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിച്ചായിരുന്നു ഇയാളുടെ ലഹരി വിൽപ്പന. കൊണ്ടോട്ടിയും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് ലഹരിമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായ ആകാശ്. നീറാട് നെല്ലിക്കുന്ന് ഭാഗത്തു നിന്ന് കഴിഞ്ഞ രാത്രിയാണ് ഇയാളെ പിടികൂടിയത്. 2 ഇലക്ട്രോണിക് ത്രാസുകളും പിടികൂടിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ലഹരി വസ്തുക്കളുടെ വിപണനം, സംഭരണം, ഉത്പാദനം എന്നിവ തടയുന്നതിനുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ആകാശ് പിടിയിലായത്. 2 വർഷമായി ലഹരിക്കടത്ത് സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആകാശ് ഉൾപ്പെട്ട സംഘം ബാംഗ്ലൂരിലും ചെന്നൈയിലും നിന്നെത്തിക്കുന്ന ലഹരിമരുന്ന് മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു. സോഷ്യൽ മീഡിയയിലെ വിവിധ ആപ്പുകൾ ഉപയോഗിച്ച് അതിവിദഗ്ധമായാണ് ആവശ്യക്കാരെ കണ്ടെത്തി ലഹരിമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത്. ഇയാൾ ഉൾപ്പെട്ട ലഹരിക്കടത്ത് സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് IPSന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരം പൂവാറിൽ മയക്കുമരുന്നുമായി യുവതി ഉൾപ്പെടെ 3 പേർ പോലീസിന്റെ പിടിയിൽ. നെയ്യാറ്റിൻകര വിഷ്ണുപുരം സ്വദേശി ശിവജി, തൃശൂർ സ്വദേശി ഫവാസ്, കഴക്കൂട്ടം സ്വദേശിനി സൗമ്യ എന്നിവരാണ് പിടിയിലായത്. വാഹന പരിശോധനയ്ക്കിടയിലായിരുന്നു സംഘം പോലീസിന്റെ പിടിയിലായത്. പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കാട്ടാക്കടയിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ കേസിലെ ദമ്പതികൾ അറസ്റ്റിൽ. ഒറ്റശേഖരമംഗലം സ്വദേശികളായ അഖിൽ, ഭാര്യ അഞ്ജു എന്നിവരെയാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ പ്രവർത്തിക്കുന്ന SN എന്ന സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലാണ് സ്വർണം പണയം വെച്ചത്. കുഞ്ഞിന് സുഖമില്ലാത്തതിനാൽ പണം വേഗം വേണമെന്നും ആവശ്യപ്പെട്ട് 2 ലക്ഷം രൂപ സ്ഥാപനത്തിൽ നിന്നും വാങ്ങി. അടുത്ത ദിവസം സ്വർണം ജീവനക്കാരൻ പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് കണ്ടെത്തുന്നത്. കൊല്ലം കൊട്ടാരക്കര ഇഞ്ചക്കാട് ബാറിൽ സംഘർഷം. 2 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 3 പേർ കൊട്ടാരക്കര പോലീസിന്റെ പിടിയിലായി. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. പിടിയിലായവരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മലപ്പുറം എടക്കരയിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ 3 തൊഴിലാളികൾക്ക് കുത്തേറ്റു. ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടക്കര പായമ്പാടം സ്വദേശികളായ കാസിം കറുകത്തോട്ടത്തിൽ, സഹോദരനായ കുഞ്ഞാലി കറുകത്തോട്ടത്തിൽ, മുത്തേടം കാരപ്പുറം മാങ്ങോട് പീടിക അബ്ബാസ് എന്നിവർക്കാണ് തേനീച്ചകളുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റത്. എടക്കര ഉതിരക്കുളത്ത് കമ്പിവേലിയുടെ പ്രവൃത്തി നടക്കുന്നതിനിടയിൽ രാവിലെ 8:30ഓടെയാണ് തേനീച്ചകളുടെ ആക്രമണമുണ്ടായത്. പത്തനംതിട്ട മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ കാർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കാട്ടുപന്നി വേട്ടയ്ക്ക് തുടക്കമായി. പന്തളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മെഴുവേലി പഞ്ചായത്തിന്റെയും പിന്തുണയോടെയാണ് കാട്ടുപന്നി വേട്ട ആരംഭിച്ചത്. വരും ദിവസങ്ങളിൽ സമീപ പഞ്ചായത്തുകളിൽ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കാനാണ് തീരുമാനം. കാട്ടുപന്നികളുടെ ശല്യം കാരണം കൃഷിനാശം സംഭവിച്ച കർഷകരുടെ പരാതിയെ തുടർന്നാണ് കാട്ടുപന്നികളെ കൊന്നൊടുക്കാൻ മെഴുവേലി പഞ്ചായത്ത് തീരുമാനമെടുത്തത്. വനമേഖലയിൽ നിന്നും ഏറെ ദൂരെയുള്ള മെഴുവേലി പഞ്ചായത്തിലെ നഗരപ്രദേശങ്ങളിൽ പകൽ സമയത്തും കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെയാണ് നടപടിയുമായി കർഷക സംഘം രംഗത്തെത്തിയത്. കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കാനുള്ള കർഷകരുടെ പരിശ്രമം ഒടുവിൽ വിജയിച്ചു. ഇത് മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ഏറ്റവും പന്നിശല്യമുള്ള പന്നികൾ പകൽ സമയത്ത് പോലും കിടക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചത്. ഇനി എല്ലാ വാർഡുകളിലേക്കും ഇങ്ങനെ ഒരു പന്നിവേട്ട ജനകീയ നേതൃത്വത്തിൽ നടത്തും. അത് മാത്രമേ നമുക്ക് മുന്നിൽ ഇനി ഒരു പോംവഴിയായിട്ടുള്ളൂ. പന്നികളെ വെടിവെക്കാൻ പരിചയമുള്ള ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ
കൃഷിയിടങ്ങളിൽ തിരച്ചിൽ നടത്തിയാണ് കാട്ടുപന്നികളെ കൊല്ലുന്നത്. മെഴുവേലി പഞ്ചായത്തിൽ വരും ദിവസങ്ങളിൽ എല്ലാ വാർഡുകളിലും ജനകീയ തിരച്ചിൽ നടത്താനാണ് കർഷക സംഘത്തിൻ്റെ തീരുമാനം. കാട്ടുപന്നി പ്രശ്നം പരിഹരിക്കുന്നതിനായി കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. കൊല്ലം ചാത്തന്നൂരിൽ തകർന്ന കനാൽ ഭിത്തി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കാലങ്ങളായി കനാൽ നവീകരിക്കാത്തതാണ് തകർച്ചയ്ക്ക് കാരണമായത്. കനാൽ അടച്ചതോടെ മേഖലയിലെ കൃഷിയും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 30 വർഷത്തിനു മേൽ പഴക്കമുള്ളതാണ് ചാത്തന്നൂർ ഇടതുകര സബ് കനാൽ. ദിവസങ്ങൾക്ക് മുൻപ് കനാലിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് വീടുകളും കൃഷിയിടങ്ങളും വെള്ളത്തിലായിരുന്നു. എക്കലും മാലിന്യവും സബ് കനാലിൽ അടിഞ്ഞുകൂടിയതിനാൽ വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സം നേരിട്ടിരുന്നു. ഇതാണ് സുരക്ഷാഭിത്തി തകരാൻ കാരണം. കനാൽ അടച്ചതൊഴിച്ചാൽ തകർന്ന ഭിത്തികൾ പുനർനിർമ്മിക്കാനോ കനാൽ നവീകരിച്ച ജലം തുറന്നുവിടാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. തൊഴിലാളികളായിരുന്നു. ഈ കനാലിന്റെ അകത്തുള്ള മണ്ണും കാടും റോഡിന്റെ കനാലിന്റെ ഇരു സൈഡുകളിലുള്ള പാതകളുടെ കാടുമൊക്കെ വെട്ടിത്തെളിച്ച് വളരെ ഭംഗിയായ രീതിയിൽ ഈ കനാൽ ശുചീകരിച്ചു വരികയായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായി തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇതിൽ പ്രവേശിപ്പിക്കുവാനോ തൊഴിൽ ചെയ്യിക്കുവാനോ അവർ അനുവദിക്കുന്നില്ല. കടുത്ത വരൾച്ചയിൽ കനാൽ ജലം കൂടി ഇല്ലാതായതോടെ വലിയ പ്രതിസന്ധിയിലാണ് കർഷകർ. പൂർണ്ണമായി കാർഷിക മേഖലയായ ഇവിടെ കനാൽ വെള്ളം എത്താത്തത് കൃഷിനാശത്തിന് കാരണമാകുമെന്നാണ് കർഷകരുടെ ആശങ്ക. ഭിത്തികൾ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും നാട്ടുകാരും KIP അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ പുനർനിർമ്മാണത്തിന് ഫണ്ടില്ല എന്നു പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയായിരുന്നുവെന്നും പരാതിയുണ്ട്. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം കുരിശുമലയുടെ അടിവാരത്ത് വൻ തീപിടുത്തം. ഇന്നലെ രാത്രി മുതലാണ് ഉരുട്ടുപാറ പ്രദേശത്ത് തീ പടരാൻ തുടങ്ങിയത്. ജനവാസ മേഖലയല്ലാത്തതിനാൽ മറ്റ് അപായങ്ങളില്ല. എന്നാൽ റബ്ബർ അടക്കമുള്ള കൃഷിയിടങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന് എത്തിച്ചേരാൻ പ്രയാസമുള്ള മേഖലയാണിത്. ശക്തമായ കാറ്റും തീ നിയന്ത്രണ വിധേയമാക്കാൻ തടസ്സമാകുന്നുണ്ട്. വെഞ്ഞാറമ്മൂട് കൊലപാതകത്തിൽ പ്രതി അഫാന്റെ മൊഴി രേഖപ്പെടുത്തി. കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യത. കൂട്ട ആത്മഹത്യയ്ക്ക് തീരുമാനിച്ചെന്നും എല്ലാവരും മരിച്ചെങ്കിലോ എന്ന ആശങ്കയിലാണ് കൊലപാതകം നടത്താൻ തീരുമാനിച്ചതെന്നും അഫാൻ. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയതിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ഇത് സംബന്ധിച്ച മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ട്, 65 ലക്ഷം രൂപ ഉമ്മയ്ക്ക് ബാധ്യത ഉണ്ടായിരുന്നു. ഇത് കുടുംബത്തെ വല്ലാതെ പ്രതിസന്ധിയിലാക്കി. അങ്ങനെയാണ് കൂട്ട ആത്മഹത്യക്ക് തീരുമാനിച്ചതെന്ന് മൊഴിയിൽ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും കൊലപ്പെടുത്താനുള്ള തീരുമാനം, ഒരുപക്ഷെ ആത്മഹത്യ ചെയ്താൽ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. ആദ്യം സംഭവ ദിവസം 11:30 മണിയോടെ ഉമ്മയെയാണ് ആദ്യം കൊല്ലാൻ ശ്രമിച്ചത്. എന്നാൽ ബോധരഹിതയായതുകൊണ്ട് തന്നെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന് പറയുന്നു. ചുറ്റിക വാങ്ങിയത് സംബന്ധിച്ച വിശദാംശവുമുണ്ട്. ആദ്യം ഉമ്മയെ കൊലപ്പെടുത്താൻ നോക്കിയ ശേഷം ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പോയി 1500 രൂപ വാങ്ങുന്നു. അതിനുശേഷം ചുറ്റിക വാങ്ങുന്നു. എലിവിഷം മറ്റൊരു കടയിൽ നിന്ന് വാങ്ങുന്നു. തിരികെ എത്തിയപ്പോഴാണ് ഉമ്മ മരിച്ചില്ല എന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് തലക്കടിക്കുകയാണ്. പിന്നെയാണ് മറ്റു കൊലപാതകങ്ങൾ നടത്തിയതെന്ന് പറയുന്നു. എന്നാൽ ഈ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട് അഫാന്റെ പിതാവിന്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ അഫാന്റെ പിതാവിന്റെ ജ്യേഷ്ഠനോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ ഒന്നും തന്നെ നേരിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമില്ല. ഈ കുടുംബത്തിന്റെ മാത്രം സാമ്പത്തിക ബാധ്യതയാണ്. അവിടെയാണ് മറ്റുള്ളവരെ എന്തിനു കൊലപ്പെടുത്തി, മറ്റു 3 കൊലപാതകങ്ങൾ എന്തിനു നടത്തി എന്ന ചോദ്യം അവശേഷിക്കുന്നത്. പ്രതി അങ്ങനെ ആത്മഹത്യ എന്ന് പറയുമ്പോൾ പോലും ആ വീട്ടിലുള്ളവർ ആത്മഹത്യ ചെയ്യുന്നതിന്റെ യുക്തി ഉണ്ടെങ്കിലും മറ്റു ആളുകളെ എന്തിനു കൊലപ്പെടുത്തി എന്നതാണ് ചോദ്യമായി അവശേഷിക്കുന്നത്. അവിടെയാണ് ഈ പണം നൽകാത്തതിലെ വൈരാഗ്യം. അത് അഫാന്റെ പിതാവ് പറയുന്നത് ഈ ബാധ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അഫാനുമായി ചർച്ച ചെയ്തിരുന്നില്ല, അതിന്റെ ഉത്തരവാദിത്വം അഫാന് നൽകിയിരുന്നില്ല എന്ന് പറയുന്നു. അവിടെ ഈ പ്രതിയുടെ മൊഴികളിൽ ചില വൈരുദ്ധ്യമുണ്ട്. ഇത് പൂർണ്ണമായും വിശ്വാസയോഗ്യമാണ് എന്ന് കരുതുക വയ്യ. ശരി. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യതയാണെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം.
കൊട്ടാരക്കര MC റോഡിൽ ടോറസ് ലോറി കടയിലേക്ക് ഇടിച്ചു കയറി അപകടം. മണ്ണ് കയറ്റി വന്ന ടോറസ് ലോറിയാണ് അപകടമുണ്ടാക്കിയത്. പുലർച്ചെ 2 മണിക്കായിരുന്നു സംഭവം. 3 പേർക്ക് പരിക്കേറ്റു. മണ്ണുമായി വന്ന ലോറി നിയന്ത്രണം തെറ്റി 2 വീലർ വർക്ക്ഷോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വർക്ക്ഷോപ്പിലുണ്ടായിരുന്ന 12ലധികം ഇരുചക്ര വാഹനങ്ങൾ തകർന്നു. ഡ്രൈവിംഗ് സ്കൂളിന്റെ കാറും തകർന്നു. സമീപത്തുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റും കെട്ടിടവും തകർന്നിട്ടുണ്ട്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്ന് പോലീസ് അറിയിച്ചു. രാത്രിയിലായതുകൊണ്ടും രാത്രി 2 മണി ആയതുകൊണ്ടും മനുഷ്യർക്ക് വലിയ അപകടം പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് അതിനകത്തിരിക്കുന്ന 3 പേരായിരുന്നു ഡ്രൈവർമാരുടെ സീറ്റിലുണ്ടായിരുന്നു. അതിൽ 3 പേര് അവിടെ ഉണ്ടായിരുന്നു. ഡ്രൈവർമാരുടെ സീറ്റിലല്ല, ക്യാബിനകത്ത് 3 പേരുണ്ടായിരുന്നു. ഇത് മണ്ണിന്റെ വെയിറ്റ് ഇതോടൊക്കെ ആയപ്പോഴത്തേക്ക് ബ്രേക്ക് പിടിച്ചാൽ കിട്ടി കാണത്തില്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അമ്മമാര് പറയുന്നു ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പയ്യൻ. പക്ഷെ ആ പയ്യനെ അവിടെ കുടുങ്ങിപ്പോയിരിക്കുകയായിരുന്നു. പിന്നെ വന്ന് പോലീസുകാരും എല്ലാം കൂടെ വന്ന് കാണാൻ വരെ ഗവൺമെന്റ് ആശുപത്രിയിലാക്കി. കാലിനൊക്കെ അവർക്ക് 3 പേർക്കും പരിക്കുണ്ട്, നല്ല പരിക്കുണ്ട്. പിന്നെ അപകടത്തിന്റെ ഡെപ്ത് അനുസരിച്ചാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിലൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടായേനെ. പിന്നെ അപകടം വലിയ ശക്തമായ അപകടമാണ്. അതിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരും. ഇവരെ സംബന്ധിച്ചത് ഇവരുടെ കടയുമായി ബന്ധപ്പെട്ടത് ഇവരുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടികൾ, അതോടൊപ്പം തന്നെ അവരുടെ ഒരു XUV ഉണ്ട്. XUV-യുടെ ബാക്ക് സൈഡ് മൊത്തം പോയി. അതോടൊപ്പം തന്നെ ഇവിടെ ഇരുന്ന ഏതാണ്ട് 10-12 ബൈക്കുകൾ മൊത്തം നഷ്ടപ്പെട്ടു പോയി. 8 ബൈക്കുകൾ അവിടെ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ എല്ലാം ഇങ്ങനെ ഉള്ള നഷ്ടങ്ങളൊക്കെയാണ് നിലവിലുള്ളത്. കുടിയേറ്റ കർഷകരെ കുടിയിറക്കാൻ സംഘടിത ശ്രമം നടക്കുന്നതായി ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. കാട്ടുമൃഗങ്ങൾക്കും സർക്കാരുകൾക്കും മലയോര ജനതയോട് ഒരേ സമീപനമാണെന്നും പാംപ്ലാനി പറഞ്ഞു. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം തേടി സണ്ണി ജോസഫ് MLA ആറളത്ത് നടത്തുന്ന ഏകദിന ഉപവാസ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. അതിനിടെ ആറളം ഫാമിൽ ആദിവാസി പുനരധിവാസ മേഖലകളിൽ നിന്ന് കാട്ടാനകളെ തുരത്താൻ വനം വകുപ്പ് നടപടി തുടങ്ങി. വന്യജീവി ആക്രമണം തടയാൻ സർക്കാർ നടപടിയെടുക്കാത്തത് കുടിയേറ്റ കർഷകരെ കുടിയിറക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന ഗുരുതര ആരോപണവുമായി തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. നിരുത്തരവാദപരമായ വനനയങ്ങളാണ് പ്രശ്നമുണ്ടാക്കിയത്. ആനമതിൽ നിർമ്മാണത്തിൽ സർക്കാർ വീഴ്ച വരുത്തി. ഇവിടെ വനവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് മലയോര കർഷകരെ നിശബ്ദമായി കുടിയിറക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ട്. തന്റെ ആറളം സന്ദർശനം മുടക്കാൻ ചിലരുടെ ഭാഗത്തു നിന്നും ഭീഷണിയുണ്ടെന്നും ജോസഫ് പാംപ്ലാനി. ആറളം ഫാമിലെ പ്രശ്നങ്ങൾ തീർക്കാൻ സംസ്ഥാന സർക്കാർ മാത്രം വിചാരിച്ചാൽ മതിയായിരുന്നു. ആനമതിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി ആത്മാർത്ഥമായി ഇടപെടണമെന്നും ജോസഫ് പാംപ്ലാനി. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വനപാലനമാണ്. അല്ലാതെ ഏതെങ്കിലും കർഷകന്റെ വീട്ടില് കാട്ടുപന്നി ഇറച്ചി ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവരുടെ അടുക്കള തോറും കയറി ഇറങ്ങി ചട്ടി പൊക്കി നോക്കുന്ന പണിയല്ല വനപാലകർക്കുള്ളത് എന്ന് കൃത്യമായ കർശനമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രി നൽകണം. അതിനിടെ ആറളം 13-ാം ബ്ലോക്കിൽ വനം വകുപ്പിന്റെ ഓപ്പറേഷൻ എലിഫന്റിന് തുടക്കമായി. ആദ്യഘട്ടമായി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരുത്തും. 50ഓളം ആനകൾ ഈ മേഖലകളിൽ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ടെൻഡർ വിളിക്കാതെ തന്നെ അടിക്കാടുകൾ വെട്ടാനുള്ള നടപടി തുടങ്ങും. പാതി വഴിയിൽ നിലച്ച ആനമതിൽ പദ്ധതി മാർച്ച് അവസാനത്തോടെ പുനരാരംഭിക്കും. ആദിവാസി ദമ്പതികളായ വെള്ളി ലീല എന്നിവർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കടുത്ത പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് അടിയന്തര ഇടപെടൽ. പ്രദേശത്ത് തെരുവ് വിളക്കുകളും സോളാർ ഹാങ്ങിങ് ഫെൻസിംഗും സ്ഥാപിക്കും. ഹൈടെക് പ്രതിരോധ സംവിധാനവും ആറളത്ത് നടപ്പിലാക്കും. വന്യജീവികളെ നിരീക്ഷിക്കാൻ കൂടുതൽ ക്യാമറ സ്ഥാപിക്കും. 100ഓളം വനപാലകരാണ് ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. ന്യൂസ് 18 കണ്ണൂർ. കാസർഗോഡ് പീലിക്കോട് രേരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ നാലമ്പല പ്രവേശനത്തിൽ ജാതി വിവേചനം അവസാനിപ്പിക്കണമെന്ന് നാട്ടുകാർ. ചില ജാതിയിൽപ്പെടുന്നവരെ മാത്രമേ നാലമ്പലത്തിൽ പ്രവേശിപ്പിക്കൂ എന്ന വ്യവസ്ഥ മാറ്റാൻ ദേവസ്വം മന്ത്രി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പിലിക്കോട് ശ്രീ രയരമംഗലം ഭഗവതി ക്ഷേത്രത്തിലെ നാലമ്പല പ്രവേശനവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി തുടർന്നുവരുന്ന ജാതീയ വിവേചനം അവസാനിപ്പിക്കാനാണ് നാട്ടുകാരുടെ ശ്രമം. പ്രദേശത്തെ നിനവ് പുരുഷ സ്വയം സഹായ സംഘം ദേവസ്വം മന്ത്രി VN വാസവന് ഇതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകി. അടുത്ത ഘട്ടമായി മുഴുവൻ നാട്ടുകാരുടെയും ഒപ്പ് ശേഖരിച്ച് ദേവസ്വം ട്രസ്റ്റിക്കും തന്ത്രിക്കും ജനപ്രതിനിധികൾക്കും നൽകാനും തീരുമാനിച്ചു. നിലവിൽ ചില ജാതി വിഭാഗങ്ങൾക്ക് മാത്രമാണ് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം. മറ്റു ചില ജാതികളിൽപ്പെട്ടവർക്ക് ചില വിശേഷ ദിവസങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നുണ്ട്. എന്നാൽ പല പിന്നാക്ക വിഭാഗങ്ങൾക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശനം നിഷിദ്ധമാണ്.
ഇതിനെതിരെയാണ് നാട്ടുകാരുടെ കൂട്ടായ്മ രൂപപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പിലിക്കോടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭക്തജനങ്ങൾക്കും നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യം ഈ ഒരു കലശാട്ടോടുകൂടി നമ്മൾ തന്ത്രീശ്വരനോട് പറയുകയും അദ്ദേഹത്തോട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എല്ലാവിധ നമുക്ക് അനുകൂലമായ പ്രഖ്യാപനം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ പൊതുജനാഭിപ്രായം അറിയാൻ നിനവ് പുരുഷ സ്വയം സഹായ സംഘം വിളിച്ചു ചേർത്ത യോഗത്തിൽ വിവിധ സമുദായ അംഗങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രതിനിധികളും പങ്കെടുത്തു. നിനവ് പ്രസിഡന്റ് രവി പിലിക്കോട്, സെക്രട്ടറി സുനിൽകുമാർ PV, ട്രഷറർ അശോകൻ KV എന്നിവരാണ് നേതൃത്വം നൽകിയത്. ന്യൂസ് 18 പിലിക്കോട്. പാതിവില തട്ടിപ്പ് കേസിൽ അനന്തു കൃഷ്ണന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കവുമായി ക്രൈംബ്രാഞ്ച്. ഇതിന് മുന്നോടിയായി റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചു. ക്രൈംബ്രാഞ്ച് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയ അനന്തു കൃഷ്ണനെ ഇപ്പോൾ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ചോദ്യം ചെയ്യുന്നത്. 31,000 പേർക്ക് സ്കൂട്ടർ നൽകാനുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. 230 കോടി രൂപയുടെ ബാധ്യതയാണ് നിലവിൽ അനന്തുകൃഷ്ണനുള്ളത്. ലഭിച്ച പണത്തിൽ 60 കോടിയോളം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഫ്ളാറ്റുകളുടെ വാടകയും ജീവനക്കാരുടെ ശമ്പളവും പരിപാടിയുടെ പ്രചാരണങ്ങളുമെല്ലാം ഇതിൽ ഉൾപ്പെടും. അനന്തുകൃഷ്ണനുമായി ബന്ധപ്പെട്ട പണമിടപാടുകളിൽ സംശയങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് വീണ്ടും ഇയാളെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. 2 ദിവസത്തേക്കാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. അനന്തുകൃഷ്ണനെ ഒരുമിച്ചിരുത്തിയാണ് ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കുന്നത്. 2 വർഷത്തിനിടെ 10,000-ൽ പരം ഇടപാടുകൾ വിവിധ അക്കൗണ്ടുകളിലൂടെ ഇയാൾ നടത്തിയിട്ടുണ്ട്. പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്വീഡ് സൊസൈറ്റി ഭാരവാഹികളെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. ഇവരുടെ ബാങ്ക് ഇടപാട് രേഖകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അനന്തുകൃഷ്ണന്റെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ഇതിനുള്ള റിപ്പോർട്ട് മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും ക്രൈംബ്രാഞ്ച് നൽകി. ന്യൂസ് 18 കൊച്ചി. അഭിമുഖത്തിന് ശേഷം നിയമന ഉത്തരവ് നൽകിയവർക്ക് തൊഴിൽ നൽകാതിരുന്ന കായംകുളം നഗരസഭാ നടപടി വിവാദമാകുന്നു. നഗരാരോഗ്യ കേന്ദ്രങ്ങളിലേക്കായി തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് അധികൃത സമീപനത്താൽ പ്രതിസന്ധിയിലായത്. കായംകുളം വേരുവള്ളി മലാസ് കോട്ടേജിൽ ഷെഫ്നയ്ക്ക് നിയമന ഉത്തരവ് കിട്ടി. പക്ഷേ തൊഴിൽ കിട്ടിയില്ല. കായംകുളത്ത് പ്രവർത്തനം ആരംഭിച്ച 3 നഗര ആരോഗ്യ കേന്ദ്രങ്ങളിലെ നിയമനത്തിനായി 2023 അഭിമുഖം നടത്തി. കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ഷഫ്നയ്ക്ക് 2023 ഡിസംബർ 19 ഫാർമസിസ്റ്റായി നിയമന ഉത്തരവും നൽകി. കഴിഞ്ഞ 16 ഉദ്ഘാടനം ചെയ്ത കായംകുളം നഗരസഭ 43-ാം വാർഡിലെ ആരോഗ്യ കേന്ദ്രത്തിൽ ജോലിയിൽ പ്രവേശിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഉദ്ഘാടന ദിവസം സ്ഥാപനത്തിലെത്തിയപ്പോഴാണ് തനിക്ക് ജോലി ലഭിക്കില്ലെന്ന് ഷഫ്ന മനസ്സിലാക്കിയത്. നമ്മളെ മുനിസിപ്പാലിറ്റി ബേസ് ചെയ്ത് ഇന്റർവ്യൂ എടുത്ത് വെൽനസ് സെന്ററിലോട്ട് ഫാർമസിസ്റ്റ് വേക്കൻസിയിൽ എന്നെ ഇന്റർവ്യൂ എടുത്തതാണ്. 1 ഇയർ ആയി ഞാൻ ഈ അപ്പോയിൻമെൻറ്റ് ഓർഡറുമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇന്റർവ്യൂ ഹോസ്പിറ്റലിലെ ഉദ്ഘാടനത്തിൻ്റെ ദിവസം പറയുന്നു, നമ്മളല്ല ജോലി ചെയ്യുന്നത്, വേറെ ആൾക്കാരെ എടുത്തു, നമ്മൾ ഈ ഓർഡറൊക്കെ ക്യാൻസലായി, ഗവൺമെൻറ് പറയുന്ന ഓർഡർ ക്യാൻസലായത് വേറെ ഓർഡറാണ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ പിരിച്ചു വിട്ടിരിക്കുക. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി മാത്രമേ ആരോഗ്യ കേന്ദ്രത്തിൽ നിയമനം നടത്താവൂ എന്ന ഉത്തരവാണ് പ്രശ്നമായതെന്ന് നഗരസഭ അധികൃതർ പറയുന്നു. എന്നാൽ ഇത്തരത്തിൽ ജനുവരിയിൽ വന്ന ഉത്തരവ് യഥാസമയം ഉദ്യോഗാർത്ഥിയെ അറിയിക്കാതിരുന്ന കടുത്ത വീഴ്ചയാണ് പ്രശ്നമായത്. മറ്റ് പല ജോലി സാധ്യതയും മുന്നിൽ വന്നപ്പോഴും നഗരസഭയുടെ നിയമന ഉത്തരവിൽ പ്രതീക്ഷയർപ്പിച്ച് അവയെല്ലാം ഒഴിവാക്കുകയായിരുന്നു. നഗരസഭയുടെ നിരുത്തരവാദ സമീപനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള നീക്കത്തിലാണ് ഷഫ്ന. അതേസമയം നാഷണൽ ഹെൽത്ത് മിഷന്റെ ഉത്തരവ് വരുന്നതിന് മുൻപ് പ്രവർത്തനം ആരംഭിച്ച ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഷഫ്നയ്ക്കൊപ്പം നിയമന ഉത്തരവ് ലഭിച്ചവർ ജോലിയിൽ പ്രവേശിച്ചിട്ട് 1 വർഷം കഴിയുന്നു. ന്യൂസ് 18 കായംകുളം. ഇടുക്കി രാജാക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. OP പോലും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ആവശ്യത്തിന് ഡോക്ടർമാരും മരുന്നുമില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. മുൻപ് കിടത്തി ചികിത്സയുണ്ടായിരുന്ന ആശുപത്രിയിൽ നിലവിൽ OP പോലും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. 4 ഡോക്ടർമാരുണ്ടായിരുന്ന സ്ഥാനത്ത് മാസങ്ങളായി ഒരു മെഡിക്കൽ ഓഫീസർ മാത്രമാണ് സ്ഥിരമായുള്ളത്. മെഡിക്കൽ ഓഫീസർ വിവിധ ആവശ്യങ്ങൾക്കായി പോകുമ്പോൾ OP മുടങ്ങുന്ന സാഹചര്യവുമുണ്ട്. ഗ്രാമീണ മേഖലയായ മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന രാജാക്കാട് ആശുപത്രിയിലേക്ക് ഓട്ടോറിക്ഷയടക്കം ആശ്രയിച്ച് ആളുകൾ എത്തുമ്പോൾ മാത്രമാണ് ഡോക്ടറില്ലെന്ന വിവരം അറിയുന്നത്. ഡോക്ടർമാരുടെ കുറവ് മൂലം OPയിലെത്തുന്ന രോഗികളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞു.
രാജക്കാടിൽ ഉൾപ്പെടെ 5 പഞ്ചായത്തുകളുടെ ആശ്രയമായിരുന്ന മുല്ലക്കാനം PHC ഇപ്പോൾ ആളുകൾക്ക് മരുന്ന് കിട്ടുന്നതിനോ അല്ലെങ്കിൽ ഡോക്ടർമാരില്ലാതെ തന്നെ ചികിത്സ കിട്ടാത്ത ഒരവസ്ഥയിലോട്ട് പോയിരിക്കുകയാണ്. ഇവിടെ നേരത്തെ കിടത്തി ചികിത്സയുമായി പോയിരുന്ന ആശുപത്രിയിൽ ഇപ്പോൾ 6-7 ഡോക്ടർമാരുണ്ടായിരുന്ന ഈ CHSൽ ഇപ്പോൾ ഒരു ഡോക്ടർ മാത്രമായി മാറിയിരിക്കുകയാണ്. അതും ഈ ഒരു ഡോക്ടറുടെ സേവനം എന്നും കിട്ടുന്നില്ല. വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് കാരണം വർഷങ്ങൾക്ക് മുൻപ് താൽക്കാലികമായി നിർത്തലാക്കിയ കിടത്തി ചികിത്സ ഇതുവരെയും പുനഃസ്ഥാപിച്ചിട്ടില്ല. വെള്ളത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടിയും സ്വീകരിച്ചിട്ടില്ല. നിലവിൽ ആശുപത്രി അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെങ്കിലും ലക്ഷങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോ വർഷവും പുതുതായി നടക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഇനി പാലക്കാട് ചാത്തന്നൂർ ഗവൺമെന്റ് LPSലെ കുട്ടികൾക്ക് AC ക്ലാസ് മുറിയിൽ പഠിക്കാം. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവ സജ്ജമാക്കിയത്. കടുത്ത ചൂടാണ് പാലക്കാട്. സ്കൂളുകളിൽ ഫാനൊക്കെ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ചൂട് സഹിക്കാനാകാത്ത സ്ഥിതിയാണ്. ഇവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് ചാത്തന്നൂർ LPSലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രവർത്തനം. സ്മൃതിപഥം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രീ പ്രൈമറി വിഭാഗത്തിലെ ക്ലാസ് മുറികളിലാണ് AC സ്ഥാപിച്ചത്. ഈ സ്കൂളിൻ്റെ പരിമിതികൾ മനസ്സിലാക്കി ഓരോ ആവശ്യങ്ങളും ചെയ്യാൻ കഴിയാവുന്ന മുൻഗണനാക്രമത്തിൽ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ചെയ്യാൻ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുങ്ങുകയും അതിൻ്റെ ഭാഗമായി 4 എയർ കണ്ടീഷണർ ഓഫർ ചെയ്തു. അത് ഇന്ന് ശീതീകരിച്ച മുറികൾ ഇന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രഥമ വനിത ശ്രീമതി T. സുഹറാത്ത ഉദ്ഘാടനം ചെയ്തു. അതുപോലൊരു സ്ലൈഡർ, കുട്ടികൾക്ക് ഉരുസി ഇറങ്ങാനുള്ളൊരു കളി ഉപകരണം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സീലിംഗ് ഫാൻ, അതുപോലെ കസേരകൾ, പിന്നെ ഇത് എന്താ പറയുക മണി, കുടമണി, പിന്നെ സ്കൂൾ ബോർഡ് തുടങ്ങിയ എല്ലാം തന്നെ ഓരോ വിദ്യാർത്ഥികൾ നൽകി ഈ സ്കൂളിന് വേണ്ടിയിട്ട്. 3 ക്ലാസ് മുറികളാണ് ശീതീകരിച്ചത്. ഇതോടൊപ്പം കുട്ടികൾക്ക് കളിക്കാൻ സ്ലൈഡറും നൽകി. പൂർവ്വ വിദ്യാർത്ഥികൾക്കൊപ്പം കസേരകളും ഫാനുകളും നൽകിയും ചിലർ പദ്ധതിയിൽ പങ്കാളികളായി. ക്ലാസ് മുറികൾ പകർന്ന തണുപ്പ് കുട്ടികളെയും സന്തോഷത്തിലാക്കി. ന്യൂസ് 18 പാലക്കാട്. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8010 രൂപ, പവന് 64,080 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6620 രൂപ, പവന് 52,960 രൂപ. വെള്ളി ഗ്രാമിന് 105, കിലോ 1,05,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.